ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. തീർച്ചയായിട്ടും അഞ്ചാമത്തെ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഡിക്ലൈനിങ് മൂഡായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു കറക്ഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഇന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ആവുകയും ചെയ്തു. 14,855 മുകളിൽ ഓപ്പണായ മാർക്കറ്റിൽ ഏകദേശം 163 പോയിൻറ്റ്സിന് മുകളിലുള്ള ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് 14,557 മുകളിൽ 58 അടുത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 585 പോയിൻറ്റ്സിൻ്റെ ഒരു ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്തു. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 372 പോയിൻറ്റ്സിന് മുകളിലുള്ള ഡിക്ലൈൻ ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ FMCG മെറ്റൽ മാത്രമാണ് ഒരു പറയാനായിട്ട് ഗ്രീനിൽ നിന്നിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും വലിയൊരു ഗെയിൻ ആ ഒരു സെക്ടറുകളിൽ കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 0.1% ഗെയിനായിരുന്നു രണ്ട് സെക്ടറുകളിൽ നിന്നത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ ഡിക്ലൈനിങ് മോഡിലായിരുന്നു. അതിൽ തന്നെ IT തുടർന്ന് ഫാർമ, ഈ ഒരു രണ്ട് സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ലോസിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ITC, ബജാജ് ഓട്ടോ, ഹിൻഡാൽകോ, ഗ്രാസിം, എയർടെൽ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. ഇനി അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഡിക്ലൈനിങ് തന്നെയായിരുന്നു. മിഡ് ക്യാപ്പിൽ ഏകദേശം 1.4%-ൻ്റെയും സ്മോൾ ക്യാപ്പിൽ 1.3%-ൻ്റെയും ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അഞ്ചാമത്തെ ദിവസങ്ങളിലും നല്ലൊരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കണ്ടുവരുന്നത്. പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ബിയേഴ്സിന് ഫേവറബിൾ ആയിട്ടൊരു മാർക്കറ്റ് കണ്ടീഷൻസ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഗ്ലോബൽ മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയും ഫോളോ ചെയ്തുകൊണ്ട്. എന്നിരുന്നാലും ആ ഒരു ഗെയിൻ കണ്ടിന്യൂ ചെയ്യാൻ ഇന്ത്യൻ മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൻ്റെ ബോട്ടത്തിൽ വീണ്ടും മാർക്കറ്റ് അടുത്താണ് ഇപ്പോൾ വീണ്ടും നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബിയേഴ്സിന് ഫേവറബിളായിട്ട് തുടരുന്നു. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു റേഞ്ച് ഏകദേശം 14,450 ആ ഒരു റേഞ്ചുകളൊക്കെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനു മുമ്പുള്ള പോലത്തെ ഒരു റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമുക്കതൊരു കൺഫർമേഷൻ ആവശ്യമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഡബിൾ ടോപ്പ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സപ്പോർട്ട് സോണിനടുത്താണ് നിലനിൽക്കുന്നത്. അപ്പോൾ അടുത്തൊരു നിഫ്റ്റിയുടെ മൂവ് നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ഡയറക്ഷൻ നിശ്ചയിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് വാച്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ ആയതിന് ശേഷം മാത്രം എൻട്രികൾ കൊടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ട്രേഡേഴ്സ് അന്നുള്ള മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് ട്രേഡുകൾ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പൊസിഷണൽ ട്രേഡേഴ്സിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് ഇപ്പോൾ സ്റ്റോക്ക് സെലക്ഷൻ ബുദ്ധിമുട്ടായിട്ട് നിലനിൽക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്കൊരു സപ്പോർട്ട് ഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് അല്ല, റേഞ്ച് ബൗണ്ടറായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സെലക്ഷൻ കുറച്ച് ടഫായിരിക്കും ഈ ഒരു സമയത്ത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിൻ്റെ ലോ 14,450 വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്കിപ്പോൾ അടുത്തൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നത് 14,320, അതേ തുടർന്ന് 14,200 റേഞ്ചുകളാണ് നല്ലൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് ഇപ്പം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അപ്സൈഡിലേക്ക് പോവുകയാണ് എങ്കിൽ 14,755 റേഞ്ചുകളിൽ ഒരു റെസിസ്റ്റൻസുകൾ നിലനിൽക്കുന്നു. അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നിഫ്റ്റിയിൽ ഒരു 14,540 വരെയുള്ള റാലികൾക്ക് ഈ ഒരു റേഞ്ചിലേക്കുള്ള റാലികൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്നിരുന്നാലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിന് ഒരു ഡൗൺഫാളിന് കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത് US-ലെ ബോണ്ട് വരുമാനത്തിലുള്ള വർധനവും അതേ തുടർന്ന് മാർക്കറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലും അതിലെ രാജ്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൊറോണ കേസുകളിൽ വീണ്ടും വർധനവുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ തന്നെ ഇപ്പം 35,000-ന് മുകളിൽ കേസുകൾ ഈ ഒരു ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതും മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റിനെ ബാധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. നമുക്ക് ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻസും വരും ദിവസങ്ങളിലെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻസ് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ കൊറോണ വാക്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കുറച്ച് റിപ്പോർട്ടുകൾ ഇപ്പോൾ AstraZeneca വാക്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു എന്നുള്ളതും മാർക്കറ്റിനെ ചെറിയ രീതിയിലെങ്കിലും ബാധിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഇന്നും പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ബാങ്ക് നിഫ്റ്റിയും ബിയേഴ്സിന് ഫേവറബിളായിട്ടാണ് നിലനിൽക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നത് 33,550 ഈ ഒരു റേഞ്ചുകളാണ് അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നത്. അതിൽ നിന്നും ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിൻ്റെ ബോട്ടം, അതായത് ഏകദേശം 33,300 ആ ഒരു റേഞ്ചുകളായിരിക്കും അടുത്തൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുക. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു ചെറിയൊരു നെഗറ്റീവ് സൈഡിൽ ടെറിട്ടറിയിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിലും വലിയ അനക്കങ്ങളൊന്നുമില്ല. ഒരു മിക്സഡ് ട്രെൻഡിലാണ് ഈ ഒരു സമയത്തും യൂറോപ്യൻ മാർക്കറ്റുകൾ നിലനിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ SGX നിഫ്റ്റി ബോർഡറിൽ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാ മാർക്കറ്റുകളിൽ നിന്ന് ഗ്രീൻ സോണിലും നിലനിൽക്കുന്നു.
ഇനി അടുത്തതായിട്ട് കറൻസി നോക്കിക്കഴിഞ്ഞാൽ രൂപയുടെ മൂല്യം ഇന്നും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. 72.53 ട്രേഡ് ഉണ്ടായത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1258 കോടിക്ക് മുകളിൽ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്, സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 1116 കോടിക്ക് മുകളിലുള്ള നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സപ്പോർട്ടീവായിട്ട് കാണുന്നുണ്ട്. എന്നിരുന്നാലും ഗ്ലോബൽ മാർക്കറ്റ് അത്ര സപ്പോർട്ടീവായിട്ട് കാണുന്നില്ല. ഇന്നത്തെ ഒരു US മാർക്കറ്റുകളൊന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെ നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ രാവിലെ SGX നിഫ്റ്റി ട്രാക്ക് ചെയ്യുന്ന കാര്യവും നിങ്ങൾ ഒന്ന് മറക്കാതിരിക്കുക. എന്നിരുന്നാലും പൊസിഷണൽ ട്രേഡേഴ്സൊക്കെ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് സേഫ് ആയിട്ടുണ്ടാവുക. ഇനി അടുത്തായിട്ട് സ്റ്റോക്ക് സെലക്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ടഫായിട്ടാണ് തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു 2 സ്റ്റോക്കുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യുക. കാരണം ITCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആ ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ അടുത്താണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് ഔട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പോസിബിലിറ്റികളുടെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല അനലിസ്റ്റുകളും കുറച്ച് ബ്രോക്കറേജ് ഫേമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കമൻസൊക്കെ ഈ ഒരു സ്റ്റോക്കിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ SBI കാർഡ്സിനും ഇന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു കമൻട്രികൾ കാണാനുണ്ടായിരുന്നു. അത് തുടർന്നൊരു ബുള്ളിഷ് മൂവുകൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാൽ നമുക്കൊരു കൺഫർമേഷൻ ആയിട്ടില്ല. സപ്പോർട്ട് സോൺസിൽ നിന്നുള്ളൊരു റിവേഴ്സൽ നമുക്ക് കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഒരു എൻട്രികൾ അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി നമുക്ക് SBI കാർഡ്സിലും പ്രതീക്ഷിക്കാം. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ റിലയൻസ് അതേപോലെ തന്നെ ബിഗ് ബസാർ ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ഡീലിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി ഹൈക്കോടതിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ വന്നിരിക്കുന്നത് സിംഗപ്പൂർ ഇത് വന്ന വിധി പോലെ തന്നെ അവർ ആ ഒരു ഡീലിനെ ബ്ലോക്ക് ചെയ്യുന്നത് പോലെ തന്നെ അതിന് അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പ് ഡീലിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് ഡൽഹി ഹൈക്കോർട്ടും വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഫ്യൂച്ചർ ഗ്രൂപ്പ് ഏകദേശം 20 ലക്ഷം രൂപ കൊറോണ റിലീഫ് ഫണ്ടിലേക്ക് പ്രൈം മിനിസ്റ്ററിൻ്റെ കൊറോണ റിലീഫ് ഫണ്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന രീതിയിലും ഇന്നത്തെ വിധിയിൽ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിലയൻസിനും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗ്രൂപ്പിനും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ കൊടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ഇനി അതേപോലെ തന്നെ എയർടെലിനെ സംബന്ധിച്ചിടത്തോളം എയർടെലിൻ്റെ മൊബൈൽ മണി ബിസിനസ്സിലേക്ക് റൈസ് ഫണ്ട്സ് അവർ ഏകദേശം $200 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. എയർടെൽ ആഫ്രിക്കേൻ്റെ മൊബൈൽ മണി ബിസിനസ്സിലേക്കാണ് $200 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ കാണാനുണ്ടായിരുന്നു. അതുമാത്രമല്ല എയർടെലിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന അനൗൺസ്മെൻറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വേറെ കുറേ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തും ഇതേപോലെ തന്നെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മൈനോറിറ്റി ആയിട്ടുള്ളൊരു സ്റ്റേക്ക് എയർടെൽ മണിയിൽ കൊടുക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു സാധ്യതകൾ, അതുപോലെ തന്നെ എയർടെൽ ആഫ്രിക്കയിലുള്ള ഇങ്ങനത്തെ ഈ ഒരു എയർടെൽ മണി ബിസിനസ്സിലുള്ള കൂടുതൽ എക്സ്പ്ലോറേഷൻ നടത്താനും ഒക്കെ പ്ലാൻ ചെയ്യുന്നു, പദ്ധതി ഇടുന്നു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇങ്ങനത്തെ ഒരു കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരികയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ബാക്കി പണം കമ്പനിയുടെ ഡെപ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ നെറ്റ്വർക്ക് അതുപോലെ തന്നെ സെയിൽസ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ബിൽഡ് ചെയ്യാനും ഉപയോഗിക്കും എന്ന രീതിയിലാണ് കമ്പനിയുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് വെൽസ്പൺ കോർപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 777 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ അവർ വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഓർഡർ വിനോടുകൂടി കമ്പനിയുടെ നെറ്റ് ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ 5300 കോടിയിലാണ് നിലനിൽക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഏകദേശം 6 ന്യൂക്ലിയർ പ്രൊജക്റ്റുകളിൽ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യാനുള്ളൊരു ഓർഡറുകളാണ്. അപ്പോൾ അതിൽ ലോവസ്റ്റ് ബിഡറായിട്ട് BHEL സെലക്ട് ചെയ്യപ്പെട്ടു എന്ന രീതിയിലും അപ്ഡേറ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇന്ന് BHELൻ്റെ പോസിറ്റീവ് ന്യൂസായിട്ട് നിന്നത്. ഏകദേശം 10,000 കോടിക്ക് മുകളിലാണ് അവർ ബിഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരാണ് ലോവസ്റ്റ് ബിഡറായിട്ട് വന്നിരിക്കുന്നത്. ഇനി തന്നെ HFCLനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 221 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ UP മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും വിൻ ചെയ്തതായിട്ടും കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് വണ്ടർല ഹോളിഡേയ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അടുത്ത് ആരംഭിച്ച വണ്ടർ കിച്ചൺ അപ്പോൾ അത് താൽക്കാലികമായിട്ട് അവർ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു. അത് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്ത് കൂടുതൽ നല്ലൊരു ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു ടെമ്പററി ആയിട്ടുള്ളൊരു സസ്പെൻഡിങ് ആണ് എന്ന രീതിയിലാണ് കമ്പനിയുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഏവിയേഷൻ സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പൈസ് ജെറ്റ് അതേപോലെ തന്നെ ഇൻഡിഗോ ഇവരുടെ ഒരു ജനുവരി മാസത്തെ മാർക്കറ്റ് ഷെയറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തെ ഒരു മാർക്കറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി അപേക്ഷിച്ച് സ്പൈസ് ജെറ്റിന് 12.3% മാർക്കറ്റ് ഷെയർ ഫെബ്രുവരിയിൽ കാണിച്ചിരിക്കുന്നത്. ജനുവരിയിൽ അത് 12.8% ആയിരുന്നു. ഇൻഡിഗോയെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരിയിൽ 54.2% മാർക്കറ്റ് ഷെയർ നിലനിൽക്കുന്നത്. ജനുവരിയിൽ അത് 54.3% ആയിരുന്നു. ഇനി അതുപോലെ തന്നെ ടെലികോം സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഇപ്പോൾ ഈ എയർടെലാണ് ഈ ഒരു ജനുവരി മാസത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ വിൻ ചെയ്തിരിക്കുന്നത്. 5.9 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ ജനുവരിയിൽ എയർടെലിന് ആഡ് ചെയ്യാൻ സാധിച്ചു. ജിയോയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1.9 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയാണ് ഈ ഒരു ജനുവരി മാസം ആഡ് ചെയ്യാൻ സാധിച്ചത്. എന്നിരുന്നാലും ജിയോയെ അപേക്ഷിച്ച് എയർടെൽ 3 മടങ്ങ് സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ എയർടെൽ മുൻപന്തിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിഞ്ഞ 15 മാസത്തിന് ശേഷം ആദ്യമായിട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ നെറ്റ് അഡീഷനിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു ജനുവരി മാസം ഏകദേശം 1.7 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയാണ് അവർക്ക് ആഡ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അത് വോഡാഫോണിനെ സംബന്ധിച്ചിടത്തോളം ഐഡിയയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ആശ്വാസകരമായ വാർത്തയായിട്ട് നിലനിൽക്കുന്നു. ഇനി IPO സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോ എയർ അവർ ഏകദേശം 4000 കോടിയുടെ IPO ഏപ്രിലിൽ കൊണ്ടുവരാൻ അതിനുള്ള DRHP ഫയൽ ഏപ്രിലിൽ ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു ആർട്ടിക്കിളുകൾ കാണാനുണ്ടായിരുന്നു മണി കൺട്രോളിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു IPO വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ DRHP ഫയലൊക്കെ നമുക്ക് ഏപ്രിലിൽ ലഭ്യമാകും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റണ്ണിംഗ് ആയിട്ടുള്ള IPOകൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ IPO Day 2 ആയിരുന്നു. ഫുൾ സബ്സ്ക്രിപ്ഷൻ നടന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ റീറ്റെയിൽ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ 1.3 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ നടന്നിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് കല്യാൺ ജ്വല്ലേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 2.61 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. റീറ്റെയിൽ പോർഷനിൽ 2.82 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനും നടന്നിട്ടുണ്ട്. അടുത്തായിട്ട് നസാര ടെക്നോളജീസിൻ്റെ IPO നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു റെസ്പോൺസാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. Day 2 ഏകദേശം 10.55 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് ഓവറോളായിട്ട് കിട്ടിയിരിക്കുന്നത്. റീറ്റെയിൽ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 44 മടങ്ങിന് മുകളിലുള്ള സബ്സ്ക്രിപ്ഷൻ നടന്നതായിട്ടും കാണിച്ചിരിക്കുന്നു. വളരെ നല്ലൊരു IPO, വളരെ നല്ലൊരു റെസ്പോൺസാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നസാര ടെക്നോളജീസിന് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നാളെ മാർച്ച് 19-ാം തീയതി ഈസി ട്രിപ്പ് പ്ലാനേഴ്സിൻ്റെ IPO ലിസ്റ്റാവാൻ പോവുകയാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു IPO ആണ്. കാരണം ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലൊക്കെ 80% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നാളെ ഈ ഒരു IPO നിങ്ങളുടെ ഫോക്കസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ലിസ്റ്റിംഗ് പ്രൈസും അതേ തുടർന്നുള്ളൊരു ഗെയിനും എല്ലാം നിങ്ങളൊന്ന് ഫോക്കസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് മാർക്കറ്റിനെ ഒന്ന് കോഷ്യസ് ആയിട്ട് സമീപിക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡും അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൻ്റെ സപ്പോർട്ട് സോൺസിലാണ് മാർക്കറ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നുള്ള ഒരു ബ്രേക്ക് ഔട്ടുകൾ അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു മൂവ് എങ്ങോട്ടേക്കാണ് എന്നുള്ളതൊരു വാച്ച് ചെയ്തതിന് ശേഷം മാത്രം എൻട്രികൾ, അതിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം അതിനെ തുടർന്നുള്ളൊരു ഡിസിഷനിലേക്ക് പോകുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.